integration by substitution ആയിട്ട് ബന്ധപ്പെട്ട കുറേ കൂടെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. നോക്കാം. integral of 1 by cos square x into 1 minus tan x whole square dx. ഇതിൽ നമുക്ക് ഇതിനെ ആദ്യം തന്നെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. 1 by cos square x എന്താണ്? It is the same as sec square x. അപ്പോൾ ഇത്രയും പാർട്ട് sec square x എഴുതി by 1 minus tan x whole square dx. Now we know that the derivative of tan x is sec square x. പക്ഷേ ഈ കോൺസ്റ്റന്റ് പാർട്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ t കൊടുത്താൽ ഡെറിവേറ്റീവ് ഓഫ് 1 0 അല്ലേ വരിക. സോ ഇറ്റ് ഈസ് more easy if we take t equal to 1 minus tan x. t equal to tan x മാത്രമായിട്ട് എടുക്കണ്ട, 1 minus tan x t ആയിട്ട് എടുക്കുന്നതാണ് അവിടെ കുറച്ചും കൂടെ നല്ലത്. അതല്ലെങ്കിൽ ഇതിന് മാത്രം t കൊടുത്താൽ 1 minus t whole square അത് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ലത് 1 minus tan x equal to t കൊടുക്കാം. ഇനി നമുക്ക് dt എന്താ നോക്കാം. 1ന്റെ ഡെറിവേറ്റീവ് 0, ഈ മൈനസ് അവിടെ എടുത്തെഴുതി, tan x ന്റെ ഡെറിവേറ്റീവ് sec square x dx. അപ്പോൾ ഇതിൽ നിന്നും sec square x dx equal to നമുക്ക് മൈനസ് dt എന്ന് എഴുതാം. ഞാൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. sec square x dx ന് പകരം മൈനസ് dt ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ന് പകരം t, സോ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് t സ്ക്വയർ ആയി. ഇനി നമുക്ക് ഇതിൽ മൈനസിനെ പുറത്തെടുക്കാം. 1 ബൈ ടി സ്ക്വയറിനെ t റേസ് ടു മൈനസ് 2 dt എന്ന് എഴുതാം. ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു മൈനസ് 2. അപ്പോൾ എക്സ് റേസ് ടു എന്നിന്റെ പോലെയാണ്, എക്സിന്റെ സ്ഥാനത്ത് ടിയും എന്നിന്റെ സ്ഥാനത്ത് മൈനസ് 2 ആണ്. ആ ഫോർമുല ആലോചിച്ച് കഴിഞ്ഞാൽ ടി റേസ് ടു മൈനസ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 1, മൈനസ് 2 പ്ലസ് 1 തന്നെ പ്ലസ് സി ആണ് ആൻസർ. ഞാൻ ഈ രണ്ട് മൈനസും ചേർത്ത് നമുക്ക് ആൻസർ പ്ലസ് ആക്കാം. പിന്നെ ടി റേസ് ടു മൈനസ് 1 ഈസ് ദ സെയിം ആസ് 1 ബൈ ടി പ്ലസ് സി റേസ് ടു മൈനസ് 1 എന്നുള്ള ഫോർമുല ആൻസർ എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈക്വൽ ടു 1 ബൈ what is t 1 minus tan x plus c. This is the answer. അടുത്തത് integral of dx by 1 plus tan x അല്ലെങ്കിൽ 1 by 1 plus tan x dx. ഇത് ചെയ്യാൻ ഇന്റഗ്രൽ ഓഫ് 1 by 1 plus ഈ tan x അവിടെ കിടന്ന 1 plus tan x ഡിനോമിനേറ്ററിലാണ്. നമുക്ക് ഈ tan x എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ tan x നെ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് sin x by cos x എന്ന് മാറ്റി എഴുതാം dx. ഇനി ഈ ടേംസ് ഒന്നിച്ചാക്കാം. അപ്പോൾ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് 1 by cos x plus sin x the whole divided by cos x dx. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോഴോ ഇന്റഗ്രൽ ഓഫ് cos x by cos x plus sin x dx. ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ടേമാണ്, ന്യൂമറേറ്ററിൽ 1 ടേമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നം തന്നെയാണ്. ഇത് വേറെ തന്നെ രീതിയിലാണ് ചെയ്യുന്നത്. നോക്കുക, എന്താണ് t ഈക്വൽ ടു cos x പ്ലസ് sin x കൊടുത്താൽ എന്താണ് dt ആയിട്ട് വരേണ്ടതെന്ന് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് മേൽഭാഗം അഡ്ജസ്റ്റ് ചെയ്യാം. cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് sin x പ്ലസ് sin x ന്റെ ഡെറിവേറ്റീവ് cos x dx. or this is the same as, നമുക്ക് അതിനെ ഒന്ന് നോക്കാൻ എളുപ്പത്തിന് cos x മൈനസ് sin x ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നേ ഉള്ളൂ dx. ഇത്രയാണ് നമുക്ക് ന്യൂമറേറ്ററിൽ വരേണ്ടത്. പക്ഷെ ഇവിടെ എന്തേ ഉള്ളൂ? cos x മാത്രമേ ഉള്ളൂ, മൈനസ് sin x എന്നുള്ള പാർട്ട് ഇല്ല. അപ്പൊ നമുക്ക് അതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കാം, അല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. സോ cos x ഒരു മൈനസ് sin x അവിടെ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം മാറിയില്ലേ? അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? പ്ലസ് ഒരു sin x അങ്ങ് കൊടുത്തു ഡിവൈഡഡ് ബൈ cos x പ്ലസ് sin x dx എന്നാണ്. ഇനിയിപ്പോ cos x മൈനസ് sin x ബൈ cos x പ്ലസ് sin x ഇത്രയും ഭാഗം ഡിനോമിനേറ്റർ ഇതൊരു ടേം പ്ലസ് sin x ബൈ cos x പ്ലസ് sin x ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യത്തെ പാർട്ട് cos x മൈനസ് sin x ബൈ cos x പ്ലസ് sin x നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് മേലെ കിടക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ t കൊടുത്താൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ആ രീതിയിൽ ഇതിന്റെ ഒരു പാർട്ട് ചെയ്യാൻ പറ്റും.
പക്ഷെ രണ്ടാമത്തെ പാർട്ടിൽ വീണ്ടും സൈൻ എക്സ് മാത്രം മേലെ വരും. അപ്പൊ ഇവിടെ കോസ് എക്സ് മാത്രം മേലെ വന്ന പോലെ അതേ പ്രശ്നം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ തന്നെ രണ്ട് ടേം ആക്കിയിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഒരു ടേം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ ടേം അവിടെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു പ്ലസ് കോസ് എക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തില് കോസ് എക്സേ ഉള്ളൂ ന്യൂമറേറ്ററിൽ. ഇപ്പൊ ന്യൂമറേറ്ററിൽ എന്ത് വന്നു? കോസ് എക്സ് പ്ലസ് കോസ് എക്സ് 2 കോസ് എക്സ് വന്നു. 2 കോസ് എക്സ് ഇല്ല, നമുക്കൊരു കോസ് എക്സ് ഉണ്ട്. അപ്പൊ ആ 2നെ അവിടുന്ന് കളയണം. അതിനെന്ത് ചെയ്താൽ മതി? ഒരു 1/2 പുറത്തു കൊടുക്കാം. 1/2 ഇന്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് മാറ്റിയത്. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കുക, സൈൻ എക്സും മൈനസ് സൈൻ എക്സും ക്യാൻസൽ ചെയ്തോളൂ. കോസ് എക്സ് പ്ലസ് കോസ് എക്സ് 2 കോസ് എക്സ് ആണ്. ആ 2 കോസ് എക്സിന്റെ 2 പോയാലേ നമ്മുടെ ചോദ്യമാവുള്ളൂ. അപ്പൊ ആ 2നെ കളയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? പുറത്ത് 1/2 എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ബ്രാക്കറ്റ് ഇട്ട രീതിയിൽ ഇതിനെ 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആദ്യത്തെ ടേം കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ദാറ്റ് ഈസ് 1 പ്ലസ് രണ്ടാമത്തെ ഭാഗം കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇതിനൊന്നിച്ച് ഡി എക്സ് കൊടുത്തു. നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോണേ ഉള്ളൂ. ഇനി നോക്കാം, നമുക്ക് ഇതിനെ 2 ഇന്റഗ്രൽ ആക്കാം. സോ 1/2 ഇൻറ്റു ഇന്റഗ്രൽ 1 ഡി എക്സ് പ്ലസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് 2 ഇന്റഗ്രലാക്കിയിട്ട് മാറ്റാം. ഇനി ആദ്യത്തെ ഇന്റഗ്രൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. എന്താ? 1/2 ഇൻറ്റു എക്സ് ആണ്. ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് ഈസ് എക്സ് പ്ലസ് ഇതില് 1/2 ഇൻറ്റു ഇന്റഗ്രൽ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇത് നോക്കിയിട്ടാണല്ലോ നമ്മളിവിടെ റീഅറേഞ്ച്മെന്റ് ഉണ്ടാക്കിയത്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ടി ആവും. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്താണ്? ഇറ്റ് ഈസ് ഡി ടി. സോ ഇറ്റ് ഈസ് ഡി ടി ബൈ ടി ആണ്. അപ്പൊ ആൻസർ ആയി. എന്താണ്? x/2 പ്ലസ് ആദ്യത്തെ ടേം എക്സിലാണ്, രണ്ടാമത്തെ ടേമില് 1/2 ഇൻറ്റു എന്താ കിട്ടുക? ലോഗ് മോഡ് ടി പ്ലസ് സി ഐ. Now let us write the answer. x/2 plus 1/2 log modulus of എന്തായിരുന്നു? ടി. ടിയിൽ നമ്മൾ കൊടുത്തത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സിനാണ്. ഇന്റഗ്രേഷൻ തീർന്നു, എല്ലാം എക്സിന്റെ ടേമിലായി. അതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്തു. ദിസ് ഇസ് ദ ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടിയുടെ ടേമിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എക്സിന്റെ ടേമിലേക്ക് ആക്കാൻ മറക്കരുത്. ആദ്യത്തെ ഭാഗത്തിന്റെ ഇന്റഗ്രേഷൻ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഈ ടേം ഇന്റഗ്രേറ്റ് ചെയ്തു, ഈ ടേമിൽ മാത്രം നമുക്ക് പ്ലസ് ഐ നോ മറ്റോ കൊടുത്തിട്ട് ഇവിടെ ഇക്വേഷൻ 1 കൊടുക്കാം. എന്നിട്ട് ഇനി ഐയുടെ ആൻസർ എന്താണെന്ന് കണ്ടുപിടിച്ച് അവിടെ കൊടുത്താൽ പോരെ. സോ ഐ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഇന്റഗ്രൽ ഓഫ് ഈ സെക്കൻഡ് ഇന്റഗ്രൽ എടുത്തെഴുതാം. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇനി ഇതിന് നേരത്തെ എഴുതിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സൈഡിലുണ്ട്, ഞാനത് മായ്ച്ചു പോയതാണ്. ഡി ടി ബൈ ടി വരും. അപ്പൊ ആൻസർ 1/2 ഉണ്ട്. 1/2 ഇൻറ്റു ലോഗ് മോഡ് ടി പ്ലസ് സി എന്നാവും. അതിന് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഈ ആൻസർ എഴുതുക. therefore 1 implies എന്ന് പറഞ്ഞ ആൻസർ ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഒന്നിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് കോട്ട് എക്സ് ഡി എക്സ്. ഇതില് ആദ്യം തന്നെ കോട്ട് എക്സിനെ എങ്ങ് മാറ്റിയാണ്. 1/1 പ്ലസ് കോട്ട് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ്. ഇനി ഇതിനെ കോമൺ ആക്കാം, ഡിനോമിനേറ്റർ ഒന്നിച്ചാക്കാം. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1 സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഡി എക്സ്. Now let us take this sin x to numerator. ഇത് ഈ ഡിനോമിനേറ്റർ ആണ് തിരിച്ചിട്ടാൽ മതി. അപ്പൊ നേരത്തെ ചെയ്ത പോലെ എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് sin x ഡിവൈഡഡ് ബൈ sin x പ്ലസ് cos x dx ആണ്. നേരത്തെ cos x ആയിരുന്നു, ഇപ്പൊ sin x ആണ് പോകുന്നത്. ഇനി നമുക്ക് നേരത്തെ പോലെ ഇതിനെ അറേഞ്ച് ചെയ്യണം. നേരത്തെ പോലെ തന്നെ t ഈക്വൽ ടു sin x പ്ലസ് cos x കൊടുത്താൽ
ഡി ടി ആയിട്ട് ന്യൂമറേറ്ററിൽ നമുക്ക് കിട്ടേണ്ട ടേം എന്താണ്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഇങ്ങനെ ഒരു പാർട്ട് ന്യൂമറേറ്ററിൽ കൊണ്ടുവരലാണ് നമ്മുടെ എയിം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റഗ്രൽ ഓഫ് ഒരു സൈൻ എക്സ് അവിടെ ഉണ്ട് അല്ലെ, പക്ഷെ നമുക്ക് വേണ്ടത് മൈനസ് സൈൻ എക്സ് ആയിരുന്നു, ഇവിടെ ഉള്ളത് പ്ലസ് സൈൻ എക്സ് ആണ്. അവിടെ ആക്കട്ടെ. നമുക്ക് ഒരു കോസ് എക്സ് വേണമല്ലോ, അപ്പൊ ഒരു പ്ലസ് കോസ് എക്സ് കൊടുത്തു, ഉടനെ മൈനസ് കോസ് എക്സും കൊടുത്തു. അപ്പൊ ഇപ്പൊ ഓക്കെയാണ് സൈൻ എക്സ് തന്നെ. ഇനി നമുക്ക് ഈ ഒരു സൈൻ എക്സ് വെച്ചിട്ട് നമുക്ക് മൈനസ് സൈൻ എക്സ് അല്ലേ ആവശ്യമുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു മൈനസ് സൈൻ എക്സ് കൊടുക്കും. അപ്പൊ ഫലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? മൈനസ് ഓഫ് മൈനസ് സൈൻ, ഒരു സൈൻ എക്സും കൂടെ എക്സ്ട്രാ കൊടുത്തു. നമുക്ക് ഒരു സൈൻ എക്സേ വേണ്ടു, ഇവിടെ ഇപ്പൊ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് 2 സൈൻ എക്സ് ആയി. അപ്പൊ ആ നേരത്തെ പോലെ 2 പോണെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തൊരു 1/2 ഇട്ട് കൊടുക്കാം. ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഇതിനെ നേരത്തെ ചെയ്ത പോലെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ ഓഫ് ആദ്യത്തെ പാർട്ട് ഇത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ദാറ്റ് ഈസ് 1 മൈനസ്, ഈ മൈനസ് സൈൻ ആണ് എഴുതിയത്, ബാക്കിയുള്ളത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇതിനൊന്നിച്ച് ഡി എക്സ്. അപ്പൊ നേരത്തെ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇപ്പൊ ഇവിടെ മൈനസ് ആണ്, ചെറിയൊരു വ്യത്യാസം. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ രണ്ട് ഇന്റഗ്രൽ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ്, അത് 1/2 ഇൻറ്റു എക്സ് ആണ്. മൈനസ്, അടുത്ത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ ആദ്യം അതിനെ ഇന്റഗ്രൽ ആയിട്ട് തന്നെ എടുത്തെഴുതാം. 1/2 ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് എഴുതി. Now let us take this substitution here. So x/2 minus 1/2 into integral of cos x minus sin x dx is dt divided by denominator is t. So the answer is x/2 minus 1/2 log mod t plus t. എന്ത് ചെയ്യണം? t ക്ക് പകരം t യുടെ റിസൾട്ട് കൊടുക്കുക. So the answer is, ഇവിടെ എഴുതാം ആൻസർ x/2 minus 1/2 log modulus of എന്താണ് sin x plus cos x plus c. ഓക്കെ, ഇത് sin x ആണ്, ടിയുടെ എക്സ്പ്രഷൻ sin x plus cos x plus c. This is the answer. ഇപ്പൊ ചെയ്ത ഈ രണ്ട് ചോദ്യങ്ങൾ ഏകദേശം ഒരേ പാറ്റേണിലാണ്. എങ്ങനെയാണ് അതിന്റെ റിസൾട്ട്, ഈ ഡെറിവേറ്റീവ് വരത്തക്ക രീതിയിൽ ഒരു ടേം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് ഓർത്ത് വെക്കേണ്ട വേണം. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ടാൻ എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂട്ട് ടാൻ എക്സ് അല്ലേ. അപ്പൊ നമുക്ക് ടി ഈക്വൽ ടു ടാൻ എക്സ് ആണ് ഇവിടെ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നുന്നത്. പക്ഷേ ടി ഈക്വൽ ടു ടാൻ എക്സ് കൊടുത്താൽ ഡി ടി എന്താവണം? സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് കിട്ടണ്ടേ. സോ ന്യൂമറേറ്ററിൽ സീക്സ് സ്ക്വയർ എക്സ് വേണം, അതവിടെ ഇല്ല. ഇനി ന്യൂമറേറ്ററിൽ സീക്സ് സ്ക്വയർ എക്സ് ഉണ്ടാവണമെങ്കിൽ ഡിനോമിനേറ്ററിൽ ഫോർ സ്ക്വയർ എക്സ് വന്നാലും മതി. പക്ഷെ നമുക്കിവിടെ ഒരു കോസ് എക്സ് ഉണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോസ് എക്സും കൂടെ ഡിനോമിനേറ്ററിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ ടേംസ് വരിക? റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ഇൻറ്റു കോസ് എക്സ് കൊടുത്തു, അപ്പൊ അവിടെ തന്നെ താഴെ ഒരു ബൈ കോസ് എക്സും കൊടുത്താൽ പോലെ. ഡിനോമിനേറ്ററിൽ ഒരു ഇൻറ്റു കോസ് എക്സും ബൈ കോസ് എക്സും എക്സ്ട്രാ കൊടുത്തു ഡി എക്സ്. ഇനി നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇന്റഗ്രൽ റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ഈ സൈൻ എക്സ് ബൈ കോസ് എക്സിനെ നമുക്ക് ടാൻ എക്സ് എഴുതാം. പിന്നുള്ളത് എന്താണ്? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പൊ നോക്കൂ, 1 cos square x വന്നില്ലേ. Now we can rewrite this as root tan x into sec square x. 1 cos square x നെയാണ് sec square x എഴുതിയത്, divided by tan x dx. ഇനിയും ഇതിന് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് ടാൻ എക്സും ടാൻ എക്സും തമ്മിൽ കട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇവ തമ്മിൽ കട്ട് ചെയ്താൽ ഡിനോമിനേറ്ററിൽ റൂട്ട് ടാൻ എക്സ് കിട്ടി. ഇനി നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഡി ടി ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു ടാൻ എക്സ്. അപ്പൊ റൂട്ട് ടാൻ എക്സ് എന്നുള്ളത് എന്താവും? റൂട്ട് ടി ആവും.
this is equal to നമുക്ക് ഇതിനെ മേലേക്ക് എടുത്തെഴുതാം 1 by root t എന്ന് പറഞ്ഞാൽ 1 by t raised to 1 by 2 ആണ്. t raised to 1 by 2 ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അതിനെ മേലേക്ക് ആക്കുമ്പോൾ എന്താ കിട്ടുക? t raised to minus 1 by 2 dt. Now integral of t raised to minus 1 by 2. What is that? t raised to minus 1 by 2 plus 1 by minus 1 by 2 plus 1 integration തീർന്നു plus c2. Now what is minus 1 by 2 plus 1? It is 1 by 2. So the answer is t raised to 1 by 2 by 1 by 2 നെ by 2 by 1 ആക്കി. അപ്പോൾ 2 മേലേക്ക് വന്നു. ഈ 1 by 2 എന്നുള്ളത് തിരിച്ചിട്ടു. So 2 is in the numerator plus c ആയി. Now this is 2 into t raised to 1 by 2 നെ വീണ്ടും root t നാക്കാം. അത് നിർബന്ധമൊന്നുമില്ല, raised to 1 by 2 എഴുതിയാലും മതി. Now substitute for t. What is t? 2 into root of t ക്ക് പകരം tan x പ്ലസ്. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഈ ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പരീക്ഷിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 8 ഡി എക്സ്. ഇവിടെ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ജസ്റ്റ് നമുക്ക് തോന്നുന്നുണ്ട് ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4-നായിരിക്കും ടി കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് ആ രീതിയിലൊന്ന് നോക്കാം. ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4. Now what is dt? Tan inverse x ന്റെ ഡെറിവേറ്റീവ് ആലോചിക്കുക. ഇവിടെ x ന് പകരം x raised to 4 ആണ്. അപ്പോൾ എന്താ വരിക? 1 by 1 plus x square എന്നാണ് tan inverse x ന്. അപ്പോൾ ഇവിടെ x raised to 4 ന്റെ സ്ക്വയർ. ഇനി x ന് പകരം x raised to 4 ആണ്. അപ്പോൾ ചെയിൻ റൂൾ പ്രകാരം അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പോൾ എന്താ വരിക? ഇൻഡ്യൂ x raised to 4 ന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 4x ക്യൂബ് dx. ശരിയല്ലേ? That is dt equal to 1 by 1 plus ഇത് എത്രയാണ്? x raised to 8. അതൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് 4x ക്യൂബ് dx. ഇനി നോക്കുക, x ക്യൂബ് ഉണ്ട്, 1 plus x raised to 8 dx ഉണ്ട്. അപ്പോൾ ആകെ ഇവിടെ അധികം വരുന്നത് ഒരു 4 മാത്രമാണ്. So what is x cube dx by 1 plus x raised to 8? We can write it as dt by 4. ബാക്കിയുള്ളത് നമുക്ക് t യിലേക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. So integral of sin tan inverse x raised to 4-ന് t എന്ന് കൊടുത്തു, x cube dx by 1 plus x raised to 8-ന് dt by 4. ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ വളരെ എളുപ്പമായി. 1 by 4 into integral of sin t dt. So what is the result? 1 by 4 into minus cos t plus c. Now substitute for t and minus ഒന്നിച്ചു ആക്കുക. അപ്പോൾ minus 1 by 4 into cos t എന്തായിരുന്നു? Tan inverse x raised to 4 plus. This is the answer. അടുത്തത് integral of dx by sin square x into cos square x. അല്ലെങ്കിൽ 1 by sin square x cos square x dx. ഇവിടെ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊന്നും യാതൊരു ഐഡിയയും ഇല്ല. ഡിനോമിനേറ്ററിൽ ഒരു ടേമേ ഉള്ളൂ. 2 ടേമിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്നിച്ചൊറ്റ ടേം ആയിട്ടാണ് കണക്കാക്കാം. പക്ഷെ ന്യൂമറേറ്ററിൽ ഒരു ടേമും ഇല്ല. എന്ന് പറഞ്ഞാൽ this is the same as integral of 1 by sin square x cos square x dx ആണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് 1-നെ സൈനും കോസും വെച്ചിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതുക? ഇന്റഗ്രൽ ഓഫ് sin square x plus cos square x divided by sin square x into cos square x dx. 1 can be written as sin square x plus cos square x. ഇപ്പോൾ 2 ടേം ആയി ന്യൂമറേറ്ററിൽ. So we can split this as 2 integrals. അല്ലേ? അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇന്റഗ്രൽ ഓഫ് sin square x by sin square x cos square x plus cos square x by sin square x cos square x. 2 ടേം ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക? ഇതിൽ sin square x കട്ട് ചെയ്യും, ഇതിൽ cos square x കട്ട് ചെയ്യും. So this is integral of 1 by cos square x, that is sec square x, plus ഇത് 1 by sin square x, that is cosec square x dx. ഇനി നമുക്ക് ഓരോന്നിന്റെ ഇന്റഗ്രൽ എഴുതാം. What is integral of sec square x dx? അത് tan x ആണ്. Plus integral of cosec square x dx, അത് minus cot x ആണ്. Plus c. So the answer can be written as tan x, ഇത് രണ്ടും ചേർത്ത് minus cot x plus. ഇതാണ് ഇവിടുത്തെ ആൻസർ.
ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രോബ്ലത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കോമൺ ആയിട്ടൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ പോലും അതിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കൂ. ഓക്കെ.